Welcome to the brand new episode of Susie's Code Season 2 with me, Hannabella. ഞാൻ ഇന്ന് നിൽക്കുന്നത് ഡ്രീം വേൾഡിലാണ്. വരുന്നില്ല, എപ്പോഴും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനാണ് സൂസീസ് കോഡിലെ എനിക്കിഷ്ടം. അല്ലെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഇങ്ങനെ എടുത്തെടുത്ത് ഓർമ്മിപ്പിക്കാനാണ് എനിക്കിഷ്ടം. സോ ഇന്ന് ഇവിടെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലമാണ്. നമ്മളൊക്കെ ഇങ്ങനെ മടി പിടിച്ച് വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്കും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ക്രേസി ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, കുറച്ച് അടിച്ച് പൊളിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ട് ഞാൻ ഓടിച്ചാടി ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ഒരു പ്രത്യേക ദിവസമാണെന്ന് പറയുന്നത്. കാരണം ഇന്ന് ഇവിടെ ഈ വാട്ടർഫോൾസിൻ്റെ ഉദ്ഘാടനമായിരുന്നു, ഡ്രീം വേൾഡ് വാട്ടർഫോൾസ്. ഇത് ആക്ച്വലി നമ്മുടെ അതിരമ്പള്ളി വാഴച്ചാലിൽ ആ രീതിയിൽ ആ ഒരു ടൈപ്പിലാണ് ഇത് പണിതിരിക്കുന്നത്. പക്ഷേ ഇത് ആർട്ടിഫിഷ്യൽ പാറ കെട്ട് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ലുക്ക് സോ ബ്യൂട്ടിഫുൾ. അതിരം വാഴച്ചാലിൽ 3 രീതിയിലാത്രേ വെള്ളം വരുന്നത് പാറയിൽ നിന്ന്. ഇത് അതേപോലെ തന്നെ 2 രീതിയിലാണ് അവർ മേക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇറ്റ്സ് ആർട്ടിഫിഷ്യൽ ബട്ട് ഇറ്റ് ലുക്ക് റിയലി ബ്യൂട്ടിഫുൾ. ശരിക്കും ഒറിജിനൽ പാറക്കെട്ടൊക്കെ പോലെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ വന്നേ എന്താ, ഒരുപാട് റൈഡ്സ് ഉണ്ട്. റൈഡ്സിലൊക്കെ കയറി ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചിലപ്പോൾ പറയണം. അതേപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടമാതിരി സ്നേഹത്തോടെ നിങ്ങൾ അയച്ച ഒരുപാട് മെയിൽസ് ഉണ്ട്, അതും വായിക്കണം. സോ ഇന്നത്തെ എപ്പിസോഡ് അതിനൊക്കെ കുറിച്ചാണ്. സോ സ്റ്റേ ട്യൂൺ വിത്ത് മീ. ദിസ് ഇസ് Susie's Code. നമ്മൾ കുട്ടിക്കാലത്ത് എന്തോരം ഇല്ലേ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യാനൊക്കെ കൊതിച്ചിട്ടുണ്ട്. ട്രെയിനൊക്കെ ഇങ്ങനെ ദൂരേന്ന് പോകുമ്പോൾ തന്നെ ഒരുപാട് ടാറ്റേഴ്സ് കൊടുക്കാൻ. ഇത് ഡ്രാഗൺ ട്രെയിനിലാണ് ഞാൻ ഇരിക്കുന്നത്. അടിപൊളി സംഭവമല്ലേ. ലെറ്റ്സ് റീഡ് a mail. Alright. Hey Chichi, you are doing well. Keep going in the same flow. I have just completed my +2. Please do dedicate a beautiful song for my love Navodhayan friends. Wish you all the best ahead. Okay. അടുത്തത് വിനേഷ് കുമാറാണ് മെയിൽ അയച്ചിരിക്കുന്നത്. അതാണ് ഞങ്ങളുടെ ട്രെയിൻ ഓടിക്കുന്ന 2 ചേട്ടന്മാർ. പാവം ചേട്ടന്മാരാട്ടോ, പാവം പറ്റി ഓടിക്കുന്നുണ്ടോ. ഓക്കെ, വിനേഷ് കുമാറാണ് നെക്സ്റ്റ് മെയിൽ അയച്ചിരിക്കുന്നത്. പക്ഷേ വിനേഷ് കുമാറിൻ്റെ മെയില് വേണ്ട, അത് കുറച്ച് തെറിയുണ്ട്, തെറിപ്പൂരം. ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ? നമ്മളിങ്ങനെ ഗുലുങ്ങിയൊക്കെ പോകുന്നുണ്ട്. ഓ മൈ ഗോഡ്, എൻജിൻ, ഒരു ട്രെയിനിൻ്റെ എൻജിനാണ് ഇപ്പോൾ പാസ് ചെയ്തത് പോയത്. അടുത്ത മെയിൽ. ഹേ സൂസി, ക്യാമറാമാൻ സൂസി ക്യാമറാമാൻ. അപ്പോൾ ക്യാമറാമാന് വേണ്ടിയിട്ടുള്ള മെയിലാന്ന് തോന്നുന്നു. ഞാൻ നിതിൻ അറ്റ് കണ്ണൂർ. നല്ലൊരു ഫ്രെയിമിന് വേണ്ടി നമ്മുടെ സൂസി ചേച്ചിയെ കാണുന്ന കുട്ടിക്കാലത്തിട്ടില്ല എന്താണ് കുട്ടികളായിട്ടില്ല ചൊറിയുന്ന പിള്ളിനൊന്നും കുറ്റിക്കാട്ടിൽ. ഓക്കെ, കുറ്റിക്കാട്ടിലും ചൊറിയുന്ന പുല്ലിലും എല്ലാം കൊണ്ടു നിർത്തല്ലേ. ഹൗ സ്വീറ്റ്. വേറൊന്നും കൊണ്ടല്ല ചേച്ചി. ട്രെയിൻ ഒരു എന്തോ ഒരു ഇത് വേറൊന്നും കൊണ്ടല്ല ചേച്ചി. സെഡ് അയാൾ നമ്മളും സെഡ് സാഡാ. ഓ, ചേച്ചി സാഡ് ആയാൽ നമ്മളും സാഡ് ആവും കേട്ടോ. ഹി കണ്ടാൽ അറിഞ്ഞൂടെ ക്യാമറാമാനെ ചേച്ചിയെ എന്തു ഫ്രെയിമിലാ വെച്ചാലും സുന്ദരിയാണ്, കണ്ടാലും മതി. അതാക്കിയതാണോ? എന്തായാലും ക്യാമറാമാൻ ചേട്ടന്മാരൊക്കെ എന്നെ കുറ്റിക്കാട്ടിൽ കൊണ്ടു നിർത്തി ഒരുപാട് കൊതുകുടികളൊക്കെ കൊള്ളിക്കാറുണ്ടെങ്കിലും അവർ ഭയങ്കര സ്വീറ്റ് ഹാർട്ട്സ് ആട്ടോ. നെക്സ്റ്റ് മെയിൽ. ഓക്കെ, ഹേ സൂസി, ഞാൻ സലാബിത്. ഈ പരിപാടി ഞാൻ ഇപ്പോൾ 2 ദിവസമായി കാണാറുണ്ട്. ഞാൻ അങ്ങനെ TV ഷോസ് കാണാറില്ല. നല്ല പ്രോഗ്രാമാണ്. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ പ്രോഗ്രാം. താങ്ക് യു സോ മച്ച് ഡിയർ. എന്ത് പറ്റി, ട്രെയിനിൽ നിന്ന് പോയോ? എനിക്ക് ആക്ച്വലി ട്രെയിനിൽ ഏറ്റവും കൂടുതൽ ട്രെയിനിൽ കയറുമ്പോഴത്തേക്കും ഈ ഗുഹ വരത്തില്ലേ, ഗുഹ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇരുട്ടത്ത് പോവാണെങ്കിൽ നമ്മൾ ട്രെയിൻ മൊത്തം ഇരുട്ടായി പോകുമല്ലോ, അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഫുൾ പേടിയാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഏറ്റവും ക്രേസി ആയിട്ട് കുഞ്ഞിൽ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ അതൊക്കെയായിരുന്നു. ട്രെയിനിൽ പോവുക, ഗുഹ ഉള്ള ഇടയ്ക്കുള്ളിലൊക്കെ പോവുക, വണ്ടിയൊക്കെ വളയുന്നുണ്ടോ. ഓക്കെ, അടുത്ത മെയിൽ. ഹേ സൂസി ചേച്ചി, ഹൗ ആർ യു? ഐ എം റിയലി ഗുഡ് ഡിയർ. ഐ എം ശരത് ചേച്ചി. ഞാൻ അയച്ച മെയിൽ വായിച്ചില്ല കേട്ടോ.
ഇപ്പോൾ വായിക്കുമല്ലേ കണ്ട. ഞാൻ ഈ പ്രോഗ്രാം കാണാറുണ്ട്. ഐ ലൈക്ക് ദിസ് പ്രോഗ്രാം ആൻഡ് യു. സൂസിയുടെ ആങ്കറിങ് തകർക്കുന്നുണ്ട്. സൂസിയുടെ മലയാളം പൊളിച്ചു കേട്ടോ. അവിടെ നിന്നാണ് സൂസി മലയാളം പഠിച്ചേ. ചേച്ചി ഫിലിമിൽ ആക്ട് ചെയ്തിട്ടുണ്ടോ? ഈ മെയിൽ വായിക്കണേ. ഞാൻ ഫിലിമിൽ ആക്ട് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള പരിപാടിയൊന്നും നമ്മൾ ചെയ്യത്തില്ല. നല്ല സിനിമകളൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ അഭിനയിക്കാൻ വരുന്നതായിരിക്കും. നല്ല ഡയറക്ടേഴ്സൊക്കെ ഇത് കാണുകയാണെങ്കിൽ ഞാൻ എന്തായാലും എന്നെ വിളിക്കുന്നതായിരിക്കും. എന്താ ട്രെയിൻ നിൽക്കാൻ സമയമെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു പാട്ടൊക്കെ കേട്ടിട്ട് വരാം. ലിസൺ ടു എ ഗുഡ് ട്രാക്ക് ആൻഡ് കം ബാക്ക്. Back to the show. You're watching Susie's Code with me, Hannibal. അങ്ങനെ ഞാൻ ഗൊറില്ലയുടെ കൈകളിൽ സംരക്ഷണമായി ഇരിക്കുകയാണ്. ഗൊറില്ലയുടെ ഒരു 9-10-15 കൈകളുണ്ട്. ആ കൈകളിലാണ് ഞാൻ കയറിയിരിക്കുന്നത്. എന്തായാലും അടിപൊളി ഒരു റൈഡിങ് സംഭവമാണ്. പക്ഷെ കുറച്ച് പേടിയുണ്ട്. So let's read the mail. Hey Susie, your program nowadays super. Keep it up. Thank you so much കുട്ടാ. അടുത്ത മെയിൽ അയച്ചിരിക്കുന്നത് സീത സലീമാണ്. അറിയോ, നേരത്തെ അയച്ച മെയിലിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ, അനന്തു ആണ് ആ മെയിൽ അയച്ചത്. ഇപ്പം സീതാൻ്റെ മെയിലാണ്. ഹേ സിസി, യു ആർ ഓസം. ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് മുടങ്ങാതെ വാച്ച് ചെയ്യുന്ന പ്രോഗ്രാം ആദ്യമൊക്കെ രജീഷ ചേച്ചിയുടെ അത്രയും ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര ഓവറാ, ഷോ ഓഫ് എന്നൊക്കെ ഞാൻ എൻ്റെ പറയുമായിരുന്നു. എന്നാലും ഡെയിലി കാണും കേട്ടോ ഫോൺ. എല്ലാവരും ചേച്ചിയെ മെയിലിൽ കൂടി കുറ്റപ്പെടുത്തുന്നത് തുടങ്ങിയപ്പോൾ വി സ്റ്റാർട്ടഡ് ടു ലവ് യു. എന്നെ കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോഴാണോ എന്നെ ഇഷ്ടപ്പെട്ടത്? വി റിയലൈസ്ഡ് യു ആർ ദ റിയൽ സൂസി. രജീഷ ചേച്ചീനു തന്നെ വിളിക്കുമായിരുന്നു. ബട്ട് ചേച്ചി ഒരിക്കൽ പോലും ഹെന്നാന്ന് വിളിച്ചിട്ടില്ല. സൂസിന്നു തന്നെയാണ് വിളിക്കാറ്. യു ആർ ദ റിയൽ സൂസി, ദ നോട്ടി ചാർമിങ് ഗേൾ, ആൻഡ് യു ആർ ഇംപ്രൂവ്ഡ് എ ലോട്ട്. ലവ് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ദിസ് വാസ് സോ ബ്യൂട്ടിഫുൾ മെയിൽ. എനിക്ക് ഭയങ്കര സന്തോഷം എന്നെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞിട്ട്. തല കറങ്ങുന്നില്ലേ നിങ്ങളുടെ ഇങ്ങനെ കറങ്ങിയിട്ട്? ഓക്കെ, നെക്സ്റ്റ് മെയിൽ KJ Jackson. എന്താണ് KJ? Okay. Hey Henna, I am Amal from Kochi. I like your program very much, and not only your program but I also VJ Aparna Thomas program. Whenever I get time I try see her program because her presentation is too good and she like a cute kid. Convey my regards to her. Definitely ഞാൻ അപർണ കുട്ടീനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും പറയാട്ടോ ജാക്സന്റെ മെസ്സേജ്. ഓക്കെ, ഷാൻ മോഹനാണ് അടുത്ത മെയിൽ അയച്ചിരിക്കുന്നത്. ഹേ, ഐ ആം ഷാൻ ഫ്രം തൃശ്ശൂർ. ഹോപ്പ് യു ആർ ഫൈൻ ആൻഡ് സൂസി ടു. യെസ്, സുഖം. The way you present the show is nice. I like you very much. You're so cute. Keep smiling and rock Susie Code. Thank you so much. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ കുറേ നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട് വരും. മെട്രോ റെയിൽ വരും എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറേ നാളായിട്ട് കാത്തിരിക്കും. അങ്ങനെ ഇതാ ഇപ്പം മോണോ റെയിൽ പോലത്തെ ഒരു സാധനത്തിലാണ് കയറിയിരിക്കുന്നത്. ആക്ച്വലി എനിക്ക് ഇങ്ങനത്തെ ട്രെയിനിൽ കയറാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മുടെ എറണാകുളത്ത് സുഭാഷ് പാർക്കിലും ചിൽഡ്രൻസ് പാർക്കിലും ഉണ്ട്. അവിടെ എപ്പോഴും ക്യൂ കാരണം കയറാനേ പറ്റിയിട്ടില്ല. പക്ഷേ ഡ്രീം വേൾഡിൽ വന്നിട്ട് ഇവിടെ കയറാൻ പറ്റി. ഈ മറ്റേ സമ്മറിൻ പത്ലേഹം ആ മൂവിയിലാന്ന് തോന്നുന്നു ഇങ്ങനത്തെ കുറേ ട്രെയിൻസ് കാണിക്കുന്നുണ്ട്. അപ്പോഴേ ആഗ്രഹമായിരുന്നു ഇതിൽ കയറണം. പിന്നെ കൊച്ചിയിൽ മെട്രോ വരും എന്ന് പറഞ്ഞ് ഏടെ മെയിൽ വായിക്കാം. ഓക്കെ, ഷാൻ മോഹനാണ് മെയിൽ അയച്ചിരിക്കുന്നത്. ഹേ, ഐ ആം ഷാൻ ഫ്രം തൃശ്ശൂർ. ഹോപ്പ് യു ഫൈൻ ആൻഡ് സൂസി ടു. Hope you're fine and Susie too. And the way you're present the show is nice. I like you very much. You're so cute. Keep smiling and rock Susie's Code. Thank you so much. Aromal another mail aychirukku. Hey Bella, you're doing great. You're like a tomboy. എനിക്ക് വയ്യ. But you are presenting the show like a baby girl. My mom always shout at me when I watch the show because of the
Done new user, 2 new use. Okay. Sorry. The show so be like a girl, and the show is really good. It will reach a different level. Take care. Cheers, Umma. Auntie എന്ത് പറ്റി? ഞാൻ ടോംബോയിനെ പോലെയാണെന്ന് ആൻറ്റിക്ക് തോന്നുന്നുണ്ടോ? പിന്നെ കുറച്ച് വായുവലായിട്ട് ഇങ്ങനെ വർത്താനം പറയുന്നതേ ഉള്ളൂ. പക്ഷേ ടോംബോയൊക്കെ ആകാൻ എനിക്ക് ആഗ്രഹമില്ല. കാരണം എസ്പെഷ്യലി എന്തോ ചേട്ടന്മാരിങ്ങനെ മുട്ടയൊക്കെ കളിക്കുന്നത്. എസ്പെഷ്യലി എനിക്ക് 3 ചേട്ടന്മാരുടെ കൂടെ നടന്നിട്ട് കുറച്ച് ആൺകുട്ടികളുടെ സ്വഭാവമുണ്ട്. ബട്ട് ഐ ഡോണ്ട് വോണ്ട് ടു ബി ലൈക്ക് എ ഗായ്. എനിക്ക് പക്ക പെൺകുട്ടീനെ പോലെയൊക്കെ നടക്കണം എന്നാണ് ഇഷ്ടം. ഓക്കെ, അടുത്ത മെയിൽ അയച്ചിരിക്കുന്നത് റീന ആണ്. ഹേ സൂസി, ഹോപ്പ് യു ഫൈൻ. ഒരു സജഷൻ പറയാൻ ആഗ്രഹിക്കുന്നു. ദാറ്റ് ഓവർ ആക്ട് നിർത്തിക്കൂടെ? ഡോണ്ട് ട്രൈ ടു ഇമിറ്റേറ്റ് രജീഷ. You have a talent, believe on that. Your overacting is really boring. Stay and behave as you wish. You all the best. എന്തിനാ all the best ഇത്രയും കുറ്റം പറഞ്ഞിട്ട്? എനിക്കൊന്നും വേണ്ട all the best. Hey, I am Achu. You are very nice. Your dressing super. I love the program. I love you, Susie. എല്ലാവർക്കും എന്നെ ഇഷ്ടമല്ല. അടുത്തത്, ഹേ ഐ ആം അച്ചു, യു ആർ വെരി വെരി നൈസ്, യു ആർ സോ ക്യൂട്ട് ആൻഡ് യുവർ ഡ്രസ്സിങ് ഇസ് സൂപ്പർബ്. ഐ ലവ് ദിസ് പ്രോഗ്രാം. ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ അടുത്ത് ഓർത്തത്. എൻ്റെ അങ്കിൾ ഈ പ്രോഗ്രാം കണ്ടിട്ട് ഞാൻ എന്തോ ഒരു മുട്ട് വരെയുള്ള ഒരു സ്കേർട്ടും സ്ലീവ്ലെസ് ടോപ്പും ആയിരുന്നു ഇട്ടിരുന്നത്. അങ്കിൾ എന്നെ അങ്ങനെ കണ്ടത് അപ്പോൾ ചാനൽ മാറ്റി കളഞ്ഞിരുന്നു. അപ്പം ഞാൻ എന്താ വെച്ച്, അതെന്താണെന്നറിയില്ല മോളെ, എനിക്ക് അങ്ങനെയൊന്നും കണ്ടിട്ട് അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഞാൻ അത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരോടൊക്കെ ചോദിക്കുമ്പോൾ ഓരോരുത്തരുടെ ചിന്തകൾ ഡിഫറെൻറ്റാണ്. പക്ഷേ എന്നാലും നമ്മുടെ ഒരു അങ്കിൾ ആൻറ്റി, അച്ഛനമ്മ, അമ്മുപ്പ അവരൊക്കെ കൂടുതലും നമ്മൾ സ്റ്റൈലിഷ് ആവുന്നതിനെക്കാട്ടി ഇഷ്ടം ഇങ്ങനെ അനാർക്കലി, അതേപോലെ തന്നെ ഇങ്ങനെ ലോങ് സ്കേർട്ടൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ പൊട്ടൊക്കെ തൊട്ട് സാരിയൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ വന്നിരിക്കുന്നതാണ് അവർക്ക് ഇഷ്ടമാവുക. പക്ഷേ യങ്സ്റ്റേഴ്സിൻ്റെ അടുത്തൊക്കെ വരുവാണെങ്കിൽ ഈ നമ്മുടെ ഈ ഒരു 18 മുതലുള്ള പിള്ളേരുടെയൊക്കെ അടുത്ത് വരുവാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര സ്റ്റൈലിഷ് ആവണം. എല്ലായിടത്തും എൻ്റെ അടുത്ത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പുതിയ ട്രെൻഡ് എന്താണെന്ന് അറിയണം, പുതിയ ഇപ്പോൾ ഇറങ്ങുന്ന ന്യൂ ഫാഷൻ എന്താണെന്ന് അറിയണം. സോ ബി മോർ സ്റ്റൈലിഷ് എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഒരു ഏജ് ഡിഫറൻസ് ആണ്. അപ്പോൾ അവരുടെ ചിന്തകളും അതേ രീതിയിൽ ഡിഫറൻസ് ആണ്. സോ എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാ എപ്പിസോഡിലും ഡിഫറെൻറ്റ് രീതിയിൽ വരാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ, ഒരു മെയിലും കൂടെ. ഹേ ഐ എം അച്ചു, യു ആർ സോ ക്യൂട്ട്. ദിസ് പ്രോഗ്രാം ഇസ് വെരി നൈസ്. യുവർ ഡ്രസ്സിങ് ഇസ് സൂപ്പർ. താങ്ക് യു സോ മച്ച് അച്ചുകുട്ട. സോ ലിസൺ ടു എ ഗുഡ് ട്രാക്ക് ആൻഡ് കം ബാക്ക്. ഞാനിങ്ങനെ മോണോ ട്രെയിനിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ആൾക്കാരൊക്കെ അവിടെ ഡാൻസ് കളിക്കുന്ന കണ്ടു. എല്ലാവരും ഇവിടെ വന്ന് അങ്ങ് അടിച്ച് പൊളിച്ച് എന്താ പറയുക, വെള്ളത്തിൽ കളിക്കാൻ ഒരു രസമല്ലേ, ഒരു പ്രത്യേക രസമല്ലേ. ഷൂട്ട് കഴിഞ്ഞിട്ടൊന്നും അതിനകത്ത് അടയ്ക്കൊന്നും കേൾക്കാനാ ചാടാനുള്ളൊരു ആഗ്രഹമേ. ഓക്കെ, ലെറ്റ്സ് റീഡ് അവർ മെയിൽസ്. ഓക്കെ, ഗൗതമാണ് നമുക്ക് മെയിൽ അയച്ചിരിക്കുന്നത്. ഹേ സൂസി, ആക്ച്വലി വാട്ട് ഈസ് ഫ്രണ്ട്ഷിപ്പ്? ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവരോട് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്കും ഫ്രണ്ട്ഷിപ്പ് മണ്ണാങ്കെട്ട, അതിനൊന്നും ഇല്ലടി, എങ്ങനെയൊക്കെയാണ് ചിലർ പറയുന്നത്. ബട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൽ ഒരുപാട് അർത്ഥമുണ്ട്. നല്ല രീതിയിലും ഉണ്ട്, മോശം രീതിയിലും ഉണ്ട്. ചിലർ നമ്മൾ സൗഹൃദം കാണിച്ച് നമ്മൾ മിസ്യൂസ് ചെയ്യും. പക്ഷേ ചിലർ നമ്മുടെ എന്താ പറയുക നല്ല സുഹൃത്തുക്കളായിരിക്കും. നമ്മളെപ്പോഴും ലൈഫ് ലോങ് വരെ നമ്മുടെ കൂടെ നിൽക്കുന്ന നല്ല സുഹൃത്തുക്കളുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. ഒരാവശ്യം വന്നാൽ എന്താ പറയുക, ഒരാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ചങ്ക് വരച്ച് തരാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഫ്രണ്ട്ഷിപ്പും ഉണ്ട്. അതേപോലെ തന്നെ കൂട്ടായ്മയിലൂടെ ഒരുപാട് ആൾക്കാർ സക്സസ് ലെവലിൽ വരെ എത്തിയിട്ടുണ്ട്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സമൂഹ ഫ്രണ്ട്ഷിപ്പ് ഞാൻ പേടിച്ചു പോയി. ഇതെന്തിൻ്റെ സൗണ്ടായിരുന്നു ചേട്ടാ? ഓ, തിരമാല വരുന്നതിൻ്റെ ശബ്ദമായിരുന്നു ഇത്. ഞാൻ വിചാരിച്ചു ഏതോ പെണ്ണ് ഉച്ചയിട്ട് കയറി. അത് കഴിഞ്ഞിട്ട് ശബ്ദം ഇങ്ങനെ കൂടി പോയി. ഞാൻ ആക്ച്വലി പേടിച്ചു പോയി. ഓൾറൈറ്റ്, ലെറ്റ്സ് റീഡ് ദ നെക്സ്റ്റ് മെയിൽ. ഹെന്ന പറയുന്നത് ഫുൾ വളിപ്പാണ്. ആണോ? അത് കേട്ട് നിൽക്കുന്ന ഞങ്ങളെ തല്ലിക്കൊല്ലണം എന്നല്ലേ? ഓക്കെ, വേണ്ട,
സ്വന്തമായിട്ട് തള്ളിക്കൊള്ളരുത്. ഹന്നയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ സമ്മതിച്ചു തരുന്നു. സോറി ടു സേ ദിസ്. എന്തെന്ന്? മഴ വരുന്നു, അതുകൊണ്ട് നിങ്ങളൊരു പാട്ടൊക്കെ കേട്ടിട്ടോ? വേണ്ട, ഒരു മെയിലും കൂടെ വായിക്കട്ടെ. അപ്പോൾ എന്നെ മഴയത്ത് നിർത്തണം എന്നല്ലേ? അപ്പോൾ ഒരു മെയിലും കൂടെ വേഗം ഞാൻ വായിക്കാം. ചേച്ചി ഷോ കളിക്കുന്നുണ്ട്. യുവർ ആങ്കറിങ് സോ ഓസം, യു ആർ സോ ക്യൂട്ട്. താങ്ക് യു സോ മച്ച് ചക്കരെ. കൂടുതൽ NG ടോപ്പിക്സോ അതെന്താ? കൂടുതൽ ഡിഫറെൻറ്റ് ടോപ്പിക്സ് കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നാണ് മഴ കയറി പോകാൻ ആൾക്കാർ പറയുന്നു. അപ്പോൾ ലിസൺ ടു എ ഗുഡ് ട്രാക്ക് ആൻഡ് കം ബാക്ക്. ഐ ഹാവ് ടു ഗോ ബാക്ക്. Back to the show. You're watching Susie's Code with me, Hannabella. സോ ഇന്ന് എനിക്ക് തരാനുള്ള മെസ്സേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് എനിക്ക് തരാനുള്ള ബക്കറ്റ് ലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും ഒരു ലൈഫിൽ ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിസ് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള വാട്ടർ പാർക്സിൽ വരുന്നത്, അല്ലെങ്കിൽ പാർക്കിൽ പോകുന്നത്, റൈഡിന് പോകുന്നത്, അതൊക്കെ നമ്മൾ മിക്കവരും മിസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അത് നാടൻ കൊണ്ട് ചെയ്യാതിരിക്കാറുണ്ട് ഒരു പ്രായം കഴിഞ്ഞാൽ. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യരുത്. ഒരു പ്രായം കഴിഞ്ഞാലോ അങ്ങനെയൊന്നും ചിന്തിക്കാതെ നമ്മുടെ ലൈഫിൽ നമുക്ക് എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുന്നു. ഇടയ്ക്കൊക്കെ നമ്മുടെ കൊച്ചുമക്കളുടെ കൂടെ തന്നെ അപ്പൂപ്പന്മാർ വരെ വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെയൊക്കെ വന്ന് അടിച്ച് പൊളിച്ച് എപ്പോഴും നമ്മുടെ ലൈഫിൽ ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഞങ്ങൾ ഡ്രീം വേൾഡിലാണ് ഷൂട്ട് ചെയ്തത്. ഇവിടുത്തെ ഒരുപാട് റൈഡ്സിനെയൊക്കെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും അതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കും. റൈഡ്സിനെ കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ എടുത്തൊന്നും പറഞ്ഞിട്ടില്ല, എന്നാലും കണ്ടല്ലോ എല്ലാ സംഭവങ്ങൾ. അപ്പോൾ ഇവിടെയുള്ള ഡ്രീം വേൾഡിലുള്ള എല്ലാ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ബിഗ് താങ്ക്സ് ഫ്രം മീ ആൻഡ് സൂര്യ മ്യൂസിക് ആൻഡ് സൂര്യ TV. ആൻഡ് താങ്ക് യു സോ മച്ച് ടു എവ്രി വൺ. അതേപോലെ തന്നെ വൈൻഡപ്പ് ചെയ്യാൻ സമയം ഗൈസ്. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരേക്കും ടിൽ ദെൻ ബൈ. ടേക്ക് കെയർ ഫ്രം മീ. Bye.